Krishna Hare Krishna Krishna Namam Vishnupadaya Krishna Prishtaya Bhutale Srimate Bhakti Vedanta Swami Niti Namine Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshatarine Mukam Karoti Vakshalam Pangum Langayate Girim Yat Kripatamaham Vande Shri Gurun Dinatarine Paramananda Madhavam Shri Chaitanya Ishwar Hare Krishna. ശ്രീല പ്രഭുപാദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ, അവരുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞാൽ നമ്മുടെ വേദശാസ്ത്രങ്ങൾ, സനാതന ധർമ്മത്തിന്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അവസാനമായിട്ട് ഹരിനാമത്തിന്റെ മഹാത്മ്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഹരിനാമം നമ്മളെല്ലാവരും എല്ലാ ദിവസം ഈ ബൽറാം ഈ ഇലക്ട്രോണിക് ക്ഷേത്രം ബലരാമസ്വാമിയുടെ എക്സ്പാൻഷൻ അതിൽ നമുക്ക് കൊള്ളാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഹരിനാമത്തിന്റെ മഹാത്മ്യത്തിനെ പറ്റിയിട്ട് ഞാൻ നമ്മുടെ ശാസ്ത്രം വായിച്ചിട്ട് തന്നെ ഞാൻ പറയാണ്. ഞാനിപ്പോ ഭഗവത്ഗീതയിലത്തെ 4-ാമത്തെ അധ്യായം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് 4-ാമത്തെ അധ്യായം ദിവ്യജ്ഞാനത്തിനെ പറ്റിയിട്ടാണ്. ഭഗവാൻ ദിവ്യജ്ഞാനം പറഞ്ഞു കൊടുക്കാണ് അർജുനനോട്. 3-ാമത്തെ അധ്യായത്തില് നിഷ്കാമ കർമ്മയോഗത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഉടനെ ഭഗവാൻ ദിവ്യജ്ഞാനത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാരണം നിഷ്കാമ കർമ്മയോഗം ശരിക്കും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ദിവ്യജ്ഞാനം ഹൃദയത്തിൽ ഇങ്ങനെ ഉദിച്ചും കൊണ്ടുവരണം. അപ്പോ അർജുനൻ കൃഷ്ണന്റെ സഖാവാണ്, കൃഷ്ണന്റെ ശുദ്ധഭക്തരാണ്. അതുകൊണ്ടാണ് ഈ ദിവ്യജ്ഞാനം ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതില് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ക്ലൈമാക്സ് എന്ന് പറഞ്ഞ 4-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അർജുനൻ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അർജുനന്റെ മുഖാന്തരം നമ്മളോടെല്ലാവർക്കും ഭഗവാൻ ഡയറക്റ്റ് പറഞ്ഞു തരാണ്. ഭഗവാൻ അവരുടെ ദിവ്യ സ്ഥാനത്തിനെ പറ്റിട്ട് പറയാണ്. ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. എന്റെ ജന്മം, എന്റെ കർമ്മം ഒക്കെ ദിവ്യ സ്ഥലത്തിലാണ്. സാധാരണ ആൾക്കാർ ജന്മം എടുക്കണ മാതിരിയല്ല എന്റെ ജന്മം. കൃഷ്ണൻ വസുദേവരും ദേവകിയുടെ കുട്ടിയായിട്ട് വന്നപ്പോ ഭഗവാൻ സാധാരണ കുട്ടികളുടെ പോലെ മലമൂത്രത്തിൽ ഇങ്ങനെ ഒഴുകിയിട്ടല്ല വന്നിരുന്നത്. ഭഗവാൻ എല്ലാവരുടെയും നിറഞ്ഞിരിക്കുകയാണ്. അതേമാതിരി ഭഗവാൻ ആവാ ചെയ്ത ഭഗവാൻ അവിടെ ഭഗവാൻ അങ്ങോട്ട് അപ്പിയറായി, പ്രകടായി. ശംഖചക്ര ഗദാ പദ്മം, പിന്നെ എല്ലാം ഐശ്വര്യത്തോട് കൂടിയിട്ടേ ഭഗവാൻ വന്നത്. അപ്പൊ ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ കർമ്മം, ഇതൊക്കെ പിന്നെ ഭഗവാന്റെ ലീലകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യലീല മാതിരിയും തോന്നും. പക്ഷെ അതില് ചില കാര്യങ്ങളൊന്നും മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റിയതല്ല. ഗോവർദ്ധന ലീല തന്നെ നമുക്ക് ആലോചിക്കാം. അത് ഭഗവാൻ കുറെ ആൾക്കാർ അവരുടെ ഈ ജീവിതത്തിൽ കൃഷ്ണന്റെ മാതിരി ആക്ട് ചെയ്യാൻ നോക്കും. ഭഗവാൻ രാസലീല കളിച്ച മാതിരി ഞാനും കളിക്കട്ടെ. പക്ഷെ അങ്ങനെ അവരോട് നമ്മൾ പറയും, ഗോവർദ്ധൻ ലീല നിങ്ങള് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരു സാധാരണ ഒരു കല്ല് തന്നെ കയ്യിൽ ഉയർത്തി പിടിക്കാൻ പറ്റുമെന്ന്. അപ്പോ ഭഗവാൻ തന്നെ പറയാണ്, ഭഗവാന്റെ ജന്മം, ഭഗവാന്റെ കർമ്മം എല്ലാം ദിവ്യസ്ഥലത്തിലാണ്. ആരാണ് ഇതിനെ ശരിക്കും മനസ്സിലാവുന്നവൻ, ആ ആള് അവർ
സ്ത്രീ ആയാലും പുരുഷനായാലും ആരാണിത് ശരിക്കും മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർക്ക് ഇന്റെ ധാമത്തിൽ കയറി വരാം. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വേതി തത്വതഃ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് തത്വതഃ ത്യക്വാദേഹം ഈ ശരീരം വിട്ടുകഴിഞ്ഞ പുനർജന്മ നൈതി പിന്നെ അടുത്ത ജന്മമില്ല അവർക്ക്. ഇത് ശരിക്കും മനസ്സിലായ ആൾക്കാർക്ക്. പിന്നെ എവിടേക്കാ? മാം ഏതി എന്റെ അടുത്തൊക്കെ വരും. മാം ഏർത്തി സോർജുന അർജുനനെ പറഞ്ഞു കൊടുക്കണം. അർജുനന്റെ മുഖാന്തരം നമുക്ക് പറഞ്ഞുതരാണ്. അപ്പോ പിന്നെ ഇത്രയും എളുപ്പമാണോ ഭഗവാനെ മനസ്സിലാക്കാൻ? അത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്. ഇത് കുറച്ചും കൂടിയും ഡീപ്പായിട്ടുള്ള ശ്ലോകമാണ്. 4-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ ശ്ലോകം. വീതരാഗ ഭയക്രോധ മന്മയാ മാമുപാശ്രിത. വീതരാഗ ഭയക്രോധ നമ്മുടെ ഹൃദയത്തിലുള്ള അറ്റാച്ച്മെന്റ്സ്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അറ്റാച്ച്മെന്റ്സ്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, ഇതൊക്കെ നമ്മുടെ അറ്റാച്ച്മെന്റ്സ് ആണ്. പക്ഷെ ഈ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഭയം, ഇതിന്റെ കാരണം കൊണ്ട് നമുക്ക് ഭയം വരുന്നുണ്ട്. ഭയം ദ്വിതീയ വിഷയഭിനേഷ തത്സ്യാത്. ഭയം വരും, പിന്നെ ക്രോധം വരും, കാമം വരും, എല്ലാതും വരും. കാമ, ക്രോധ, ഭയ, ഇതാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചിരുന്ന് കഴിഞ്ഞു വെച്ചാൽ, നമ്മൾ അതിനെ ഹോൾഡ് ചെയ്തു വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ അറ്റാച്ച്മെന്റ്സും ഭയവും ക്രോധവും ഒക്കെ വരും. അപ്പൊ ഇതിന്ന് നമുക്ക് മുക്തരാവണമെങ്കിൽ അതിൻ്റെ മാർഗമാണ് ഭഗവാൻ അടുത്ത ഒരു 2 ശബ്ദത്തിൽ പറഞ്ഞ വീത രാഗ ഭയക്രോധ. എങ്ങനെ ഇതിന്ന് മുക്തരാവണം? നമ്മള് മന്മയാ മാമുപാശ്രിത, എപ്പോഴും എന്നെ പറ്റിയിട്ട് ആലോചിച്ച് ഇരിക്കുമ്പോൾ. മന്മയാ മാമുപാശ്രിത, എന്നെ പറ്റിയിട്ട് ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിരുന്നു വെച്ചാൽ, ചിന്തിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനെ ആശ്രയം എടുത്തിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മന്മയ മാമുപാശ്രിത. പിന്നെ കൃഷ്ണൻ എന്താ പറഞ്ഞ? 1-2 ആൾക്കാരല്ല, ബഹവോ ജ്ഞാന തപസ. ഇങ്ങനെ ഭഗവാനെ പറ്റിയിട്ട് ചിന്തിച്ചിരിക്കുമ്പോൾ, ഭഗവാനെ പറ്റിയിട്ട് ആശ്രയിച്ചിരിക്കുമ്പോൾ, ഭഗവാനെ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ബഹവോ ജ്ഞാന തപസോ പൂതാമദ്ഭാവമാകവത്. കുറെ ആൾക്കാർക്ക് കുറെ ആൾക്കാർ അവരുടെ അഴുക്കൊക്കെ, ഹൃദയത്തിന്റെ അഴുക്കൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ മദ്ഭാവമാകത, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭഗവാന്റെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിവ്യസ്ഥലത്തിലാണ്. ശരിക്കും പറയണമെങ്കിൽ എല്ലാം നമ്മളൊക്കെ ആത്മാവാണ്. നമ്മൾ ശരീരമല്ല, നമ്മൾ മനുഷ്യരും കൂടിയല്ല, നമ്മൾ ആത്മാക്കളാണ്. അപ്പൊ ആ ആത്മാക്കള് നമ്മളൊക്കെ ഭഗവാന്റെ മാതിരി തന്നെ സച്ചിദാനന്ദ രൂപമാണ് നമ്മുടെയും. പക്ഷെ ആ സച്ചിദാനന്ദ രൂപം നമ്മൾ ഭഗവാന്റെ ആ ആധ്യാത്മിക ലോകത്തില് ഭഗവാന്റെ കൂടെ നമുക്ക് നിത്യലീലയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടും. പക്ഷെ അതിനായിട്ട് നമുക്ക് ഭഗവാന്റെ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതൊക്കെ എത്ര സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ജപം ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാർഗം ശരിക്കും പറയുകയാണെങ്കിൽ ഈ ആധ്യാത്മ മാർഗം ഭയങ്കര സുലഭമാണ്. നമ്മൾക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ ജപമാല നമ്മള് സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ, പറഞ്ഞിട്ടുണ്ട് അത് 99% നമ്മുടെ ജീവിതം, ആധ്യാത്മ ജീവിതം, അത് ഈ ചാൻറ്റിങ്, ജപത്തിന്റെ മുകളിലാണ്. എത്രണ്ട് നമ്മൾ ജപം സീരിയസ് ആയിട്ട് എടുക്കണു, എത്രണ്ട് നമ്മൾ ജപത്തിനെ നന്നായിട്ട് ഫുൾ കോൺസെൻട്രേഷൻ കൊണ്ട് ചെയ്യണു, അത്രയും നമ്മൾ ആധ്യാത്മ പ്രോഗ്രസ് ചെയ്യും. അത്രയും നമ്മൾ നന്നായിട്ട് ജപം ചെയ്യണു, അത്രയും നമ്മളെ ഫുൾ ഇപ്പോ ബാക്കിയുള്ള
ഇപ്പൊ നമ്മൾ 2 മണിക്കൂറേ ജപം ചെയ്യണുള്ളൂ. കാരണം 16 മാല ജപിക്കാൻ 2-2.5 മണിക്കൂർ പിടിക്കും. അപ്പോ എത്രണ്ട് നമ്മൾ നന്നായിട്ട് ജപിക്കണു വെച്ചാൽ എത്രണ്ട് അത്ര നമ്മള് ബാക്കി ആൾക്കാരായിട്ട് ഇടപഴകുമ്പോ ആ നമ്മുടെ ചേതന, നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം അവർണിയും തട്ടും. എത്രണ്ട് നമ്മള് നന്നായിട്ട് ജപം ചെയ്യണു അത്രയും നമ്മള് ഭഗവാന്റെ ഒരു ഭക്തരായിട്ടില്ല, ഭഗവാന്റെ ഭക്തർ ആവാനുള്ള ഒരു മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോ ഭഗവാൻ പിന്നെയും ഈ ശ്ലോകത്തില് മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട് അർജുനോട്, നമ്മളോടൊക്കെ പറയാണ്, അത് ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തില് ഒരു ആസക്തി ഇല്ലാതെ ഇങ്ങോട്ട് സേവ ചെയ്യണം. ഭഗവാനും സേവ ചെയ്യുന്നുണ്ട്. ഭഗവാൻ പറയണത് ഭഗവാനാണ് ഈ ആൾക്കാരനൊക്കെ പൊങ്ങിച്ചു കൊണ്ടുവരാനായിട്ട് വർണ്ണാശ്രമധർമ്മം ഭഗവാനാണ് അതിനെ സൃഷ്ടിച്ചത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരം അപിമാം. ഇതൊക്കെ ചെയ്തത് ഞാൻ തന്നെയാണ്. വിദ്യ കർത്താരം അവ്യയം. ഇത് ഞാൻ ചെയ്തതാണ്, പക്ഷെ എന്നാലും ഞാനല്ല ചെയ്തത്. കാരണം ഞാൻ ചെയ്തു എന്നുള്ള ഒരു ഭാവം എനിക്ക് ഇല്ല. കാരണം എനിക്ക് അതിൽ നിന്നൊരു അപേക്ഷ ഇല്ല. നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ. എനിക്ക് ഒരു കർമ്മവും എന്നെ കെട്ടില്ല. ഒരു കർമ്മബന്ധനം എനിക്ക് ഉണ്ടാവില്ല. ഇത് ആരൊക്കെയാണ് ശരിക്കും മനസ്സിലാവുന്നത് വെച്ചാൽ അവര് കർമ്മബന്ധത്തിൽ നിന്ന് മുക്തരാവും. പിന്നെ ഭഗവാൻ പറയാണ്, ഇത് ഒക്കെ മനസ്സിലാക്കുന്ന കുറെ മഹാജനന്മാര്, കുറെ ഭക്തന്മാര് ഉണ്ടായിട്ടുണ്ട്. ആ ഭക്തന്മാർ കുറെ 1-2 അല്ല, കുറെ ഭക്തന്മാരുണ്ട്. ഈ ഭക്തന്മാരുടെ വാക്കുകള് നമ്മൾ എല്ലാ ദിവസം കേൾക്കുമ്പോൾ ഈ ഭക്തന്മാർക്ക് നമുക്ക് എന്താണ് പറഞ്ഞു തരണ? ഭഗവാന്റെ തിരുനാമങ്ങള് എപ്പോഴും ജപിച്ച് നമുക്ക് ഭഗവാനെ പ്രാപ്തരാവാൻ പറ്റും. ഈ ജന്മത്തന്നെ മരിക്കുന്നതിന്റെ മുമ്പേ നമുക്ക് ഭഗവാന്റെ ദിവ്യ ദർശനം കിട്ടാനുള്ളൊരു മാർഗമുണ്ട്. ആ മാർഗം പറഞ്ഞു തന്നിരിക്കണം. ഞാൻ ഇതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. വിൽവമംഗലത്തെ സ്വാമിയാര് അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തില് സന്ദർശിക്കുന്ന സമയത്ത്, അപ്പൊ കുറൂർ അമ്മ ആ സമയത്ത് 15 വയസ്സാ. 15 വയസ്സില് അവരുടെ വീട്ടിൽ ആരുമില്ല, കാരണം വിധവായിരുന്നു അവര്. അപ്പോ കുറൂരമ്മ അവരോട് അന്വേഷിച്ചു, അത് യശോദയുടെ ഭാഗ്യം നമുക്ക് ലഭിക്കാൻ പറ്റുമോന്ന്. യശോദയുടെ ഭാഗ്യം ലഭിക്കാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ബിൽവമംഗലത്തെ സ്വാമിയാര്, അത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. 1-2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും സ്വാമിയാർ അവിടെ വന്നു. എന്നിട്ട് സ്വാമിയാർ പറഞ്ഞു, പറ്റും, നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും. യശോദയുടെ ഭാഗ്യം നിങ്ങൾക്കും ലഭിക്കാൻ പറ്റും. അതിനെ മന്ത്രം വിടാതെ ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രത്തിനെ എപ്പോഴും ജപിച്ചും കൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കൃഷ്ണന്റെ, യശോദയുടെ സാന്നിധ്യം, യശോദയുടെ ഭാഗ്യം എന്ന് പറഞ്ഞ, യശോദയുടെ ഭാഗ്യം എന്താണ്? കൃഷ്ണൻ എപ്പോഴും യശോദയുടെ കൂടെ ഉണ്ട്. പക്ഷെ ആ കൃഷ്ണൻ ഭഗവാനാണെന്നുള്ള കാര്യം യശോദയ്ക്ക് അറിയില്ല. അവനവന്റെ കുട്ടി, എൻ്റെ കണ്ണിലുണ്ണി ആയിട്ടാണ് യശോദ കൃഷ്ണനെ കാണുന്നത്. അപ്പൊ കുറൂർ അമ്മയ്ക്കും ആ ഒരു പൂതി ഉണ്ടായിരുന്നു, ഭഗവാനെ എൻ്റെ ഒരു കുട്ടിയായിട്ട് വരാൻ പറ്റുമോ. അങ്ങനെ ഭഗവാന്റെ കൂടെ ഇടപഴകാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭാവന അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ കുറൂരമ്മ പിന്നെ ഒരു പ്രശ്നവും ഡൗട്ടും അതൊന്നും ചോദിച്ചില്ല. കുറൂരമ്മ പിന്നെ മുഴുവൻ ജീവിതം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എന്ത് ചെയ്യുമ്പോഴും വെറും 16 മാല മാത്രമല്ല,
എത്രയോ മാലകൾ അവർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരാളായിട്ടും ഇടപഴകാനായിട്ട്. കാരണം അവർ വിധവാണ്. എല്ലാം അവരുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ അവരെ ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നു. അവർ ആ വീട്ടിൽ തനിയേ ഉണ്ടായിരുന്നുള്ളൂ. അവര് ഭഗവാന്റെ തിരുനാമങ്ങൾ ഇങ്ങനെ ജപിച്ച് 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 50 കൊല്ലം കഴിഞ്ഞിട്ട് 65 വയസ്സില് അവര് വീട്ടില് അവർ 65 വയസ്സാവുമ്പോൾ ഒരു ബ്രാഹ്മണ കുട്ടി അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ കൂടെ ഇടപഴകാൻ തുടങ്ങി. ആ ബ്രാഹ്മണ കുട്ടി ശരിക്കും പറയുകയാണെങ്കിൽ കൃഷ്ണനാണെന്ന് അവർക്കൊരു അറിവുണ്ടായിരുന്നില്ല. വിൽവമംഗലത്ത് സ്വാമിയാർക്ക് മനസ്സിലായി അത് ഈ കുറൂറമ്മയുടെ കൂടെയുള്ള ഈ കുട്ടി ശരിക്കും പറയണമെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന്. അതേമാതിരി നമുക്കും ഈ ഹരിനാമ സങ്കീർത്തനത്തിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അതിൽ നമുക്ക് ഒരു രുചി ഉണ്ടാവില്ല. നമുക്ക് രുചിയാവും മറ്റൊരാളെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ശരിക്കും സീരിയസ്ലി സിൻസിയർ ആയിട്ട് എല്ലാ ദിവസം എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ കാഴ്ചപ്പാട് ആരിനെ കണ്ടാലും ഇവരൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. ചിലവർ ശരിക്കും ഭക്തന്മാരാകുമ്പോൾ നമുക്ക് ക്ലിയർ ആണ്, അവരെ ആദരിക്കണം, അവരെ സമ്മാനം കൊടുക്കണം. പക്ഷെ പുറമേത്തെ ആൾക്കാരാണെങ്കിലും അവരെ വിദ്രവിക്കാനുള്ള ഒരു ഭാവന നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അവരെ താടനം ചെയ്യാനുള്ള ഭാവവും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. പക്ഷെ താടനം ചെയ്യേണ്ടി വന്നാലും എപ്പോഴും ഓർമ്മ ഉണ്ടായിട്ട് അതായത് ഭഗവാന്റെ ആൾക്കാർ തന്നെയാണ് അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കഴിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും പക്ഷെ ഇങ്ങനത്തെ കാഴ്ചപ്പാട് എപ്പോഴാ വരാ? നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്ന സമയത്ത് ആ നാമങ്ങൾ നമ്മൾ ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ അപ്പൊ അറ്റ്ലീസ്റ്റ് ഈ നാമങ്ങൾ നമ്മൾ ഇപ്പൊ ജപിക്കുന്നത് നമ്മുടെ വായ കൊണ്ടാണ് ജപിക്കുന്നത്. പക്ഷെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ സ്പന്ദനം വെറും വായിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഹൃദയത്തിലേക്ക് വരാൻ ജപം ചെയ്യുന്നതിന്റെ മുമ്പേ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ അടുത്ത് നിവേദനം ചെയ്യണം. ഈ ഭഗവാൻ ശരിക്കും പറയണമെങ്കിൽ നാമരൂപേ കൃഷ്ണ അവതാര. കലിയുഗത്തിൽ ഭഗവാൻ ഉണ്ട് നാമത്തിന്റെ രൂപത്തിൽ. അതുകൊണ്ട് ഭഗവാന്റെ ഈ നാമങ്ങൾ ജപിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഭഗവാനെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈ നാമത്തില് നിങ്ങൾ തന്നെയാണ് ഈ നാമം. അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കാനായിട്ടുള്ള ഒരു എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ വന്നിരിക്കൂ. നിങ്ങൾ വന്നിരുന്ന ബാക്കി എല്ലാവരും ഒഴിഞ്ഞു പോയിക്കോളും. നമ്മൾ പിന്നെ ബാക്കി ആൾക്കാരനെ പിന്നെയും വന്ന് വരുത്താണ്. കാമം, ക്രോധം, മോഹം, മാത്സര്യം ഇങ്ങനത്തൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇരുത്താണ് നമ്മുടെ ഹൃദയത്തില്. പക്ഷെ ആ ഹൃദയത്തിൽ ശരിക്ക് വെറും കൃഷ്ണനെ മാത്രമേ ഇരിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോ നമ്മുടെ ഹൃദയം ഭഗവാനായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന ഒരു സമയമാണ് ഈ സമയം, നമ്മുടെ രാവിലത്തെ ജപത്തിന്റെ സമയം. അതുകൊണ്ട് അതിനെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ബ്രഹ്മമുഹൂർത്ത് എഴുന്നേറ്റ് നമ്മൾ ജപിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഫുൾ ഡേ അതിൻ്റെ ആ വൈബ്രേഷൻ, അതിൻ്റെ ഇഫക്റ്റ് ഫുൾ ഡേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ ശ്രദ്ധയോടെ ജപിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ വന്ദനം ചെയ്തുകൊണ്ട് ജപിക്കണം. പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ, നമ്മുടെ കുറെ ആൾക്കാർക്ക്
ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഇവരുടെ ഒക്കെ ബുദ്ധിമുട്ട് കഴിഞ്ഞു കിട്ടട്ടെ, ഇവരുടെ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞു കിട്ടട്ടെ. അപ്പൊ പിന്നെ നമ്മുടെ ജപത്തിൽ ഒരു കുറച്ചുകൂടി ബലം ഉണ്ടാവും. നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഗുരുദേവന്റെ കാരണം നമ്മുടെ ഗുരുക്കന്മാര് ഈ ലോകത്തില് എത്ര കാലം ഉണ്ടാവും വെച്ചാൽ അത്രയും കാലം ഈ ലോകം നമ്മുടെയും ഈ ലോകത്തിൽ നമുക്കും പ്രേരണ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് എപ്പോഴും നമ്മുടെ ജപം തുടങ്ങുന്നതിൻ്റെ മുമ്പേ നമ്മുടെ ഇസ്കോണില് ഏറ്റവും വലിയ ആചാര്യനാണ് ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജ്. അവരുടെ ഇപ്പോൾ ഹെൽത്ത് ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പോൾ ഫുൾ ലോകം എമ്പാടും എല്ലാം ഭക്തന്മാര് ജപിക്കുന്നതിൻ്റെ മുൻപേ അവരുടെ ഹെൽത്ത് നന്നായിട്ട് വരാണെങ്കിൽ എല്ലാവർക്കും, ഭക്തന്മാർക്ക് പ്രത്യേകിച്ച്, പിന്നെ എല്ലാവർക്കും ലോകമെമ്പാടും ഈ കൃഷ്ണ ഭാവനാമൃത് ആന്തോലനത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല സമയമാവും. ഫുൾ ലോകത്തില് ഭഗവാന്റെ കൃപ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഫുൾ ലോകത്തിൽ എല്ലാവിടെ പോയാലും ജയപതാക സ്വാമി മഹാരാജിന്റെ ശിഷ്യന്മാരുണ്ട്. ഇപ്പോ മഹാരാജിന്റെ ഹെൽത്ത് കുറെ ക്രിട്ടിക്കലാണ്. അപ്പോൾ നമുക്കിത് അവസരമാണ് മഹാരാജിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, മഹാരാജിന്റെ ഹെൽത്ത് നന്നായിട്ട് വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജപം കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് വരും.